നമസ്കാരം. വാർത്താ നഗരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് എന്ന ആശയവുമായി വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. വിനോദയാത്രയ്ക്കിടെയുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബസ് കണ്ടക്ടർ മരിച്ചു. വാടാനപ്പള്ളിയിൽ 21.5 കിലോ കഞ്ചാവും ഹാഷിഷ് ഓയിലും പിടികൂടിയ കേസിൽ ലഹരി എത്തിച്ചു നൽകിയ പ്രതി അറസ്റ്റ്. കനത്ത കാറ്റിലും മഴയിലും ചന്ദ്രാപിനയിൽ കൃഷിനാശം. 50ഓളം തുലച്ച വാഴകൾ ഒടിഞ്ഞു. വാർത്തകൾ വിശദമായി. നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് എന്ന ആശയവുമായി വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. CP ട്രസ്റ്റിന്റെ ഡയാലിസിസ് സെന്റർ വലപ്പാട് കോതകുളം ബീച്ച് CP ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന പോലീസ് മേധാവി പ്രവാട A ചന്ദ്രശേഖരൻ IPS ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2.5 ഏക്കർ സ്ഥലത്ത് 6000 ചതുരശ്ര അടി കെട്ടിടത്തിൽ അത്യാധുനിക രീതിയിലുള്ള സൗകര്യത്തോടാണ് ഡയാലിസിസ് സെന്റർ ഒരുക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 10 ഡയാലിസിസ് മെഷീനുകളാണ് സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ദിവസത്തിൽ 30 പേർക്ക് വരെ ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇവിടെയുള്ളത്. ഡോക്ടർമാരുടെയും 15ഓളം ജീവനക്കാരുടെയും സേവനവും ഇവിടെ ലഭിക്കും. കൂടാതെ ലാബ് സംവിധാനം, മൊബൈൽ ഫ്രീസർ, കൗൺസിലിംഗ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, മെഡിക്കൽ ഉപകരണങ്ങൾ, മരണാനന്തര ക്രിയകൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ തുടങ്ങിയ സേവനങ്ങളും ഇവിടെ സൗജന്യമായി ലഭിക്കും. ദിവസവും രോഗികൾക്കും നാട്ടുകാർക്കുമായി കഞ്ഞി വിതരണവും ശുദ്ധജലത്തിനായി വാട്ടർ കിയോസ്കും സ്ഥാപിച്ചിട്ടുണ്ടെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ CP ട്രസ്റ്റ് ചെയർമാൻ CP സ്വാലി അധ്യക്ഷത വഹിച്ചു. പ്രവാസി വ്യവസായി ഡോക്ടർ P മുഹമ്മദ് അലി ഗൾഫാർ ആദ്യ ഡയാലിസിസ് കാർഡ് വിതരണം നടത്തി. കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ, ഷെയർ ആൻഡ് കെയർ MD ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ, കാനാടിമഠം മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതിയ സ്വാമി, മാതൃഭൂമി ഡൽഹി പ്രതിനിധി N അശോകൻ, ഹലീമാബി സെയ്ദു മുഹമ്മദ്, ട്രസ്റ്റ് അംഗങ്ങളായ ശോഭ സുബിൻ, ഷമീർ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. CP ട്രസ്റ്റ് നേതൃത്വം നൽകുന്ന ആനിമൽ സ്ക്വാഡിനെ ചടങ്ങിൽ ആദരിച്ചു. വിവാഹ പാർട്ടി സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് യുവാവ് മരിച്ചു. കുന്നംകുളത്ത് വിവാഹ പാർട്ടി സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിലെ PRO മരിച്ചു. എരുമപ്പെട്ടി അണ്ടക്കോട് പീടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് അപകടം. രാവിലെ എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോകുകയായിരുന്ന ഇദ്ദേഹത്തിന്റെ ബൈക്കിന് പുറകിൽ എരുമപ്പെട്ടി സെന്റ് മേരീസ് ആശുപത്രിക്ക് അടുത്ത് വെച്ച് വിവാഹ പാർട്ടിക്കാർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അബു താഹിർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം തുടർ നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൃശൂരിൽ മയക്കുമരുന്ന് വേട്ട, 2 പേർ അറസ്റ്റിൽ. വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA-യുമായി 2 പേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ബിപിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. വിനോദയാത്രയ്ക്കിടെയുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബസ് കണ്ടക്ടർ മരിച്ചു. അരിമ്പൂരിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം പാലക്കാട് നെല്ലിയാമ്പതിയിലേക്ക് നടത്തിയ വിനോദയാത്രയ്ക്കിടെ സംഭവിച്ച അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് 3 മാസത്തിലധികമായി അബോധാവസ്ഥയിൽ കഴിഞ്ഞ ബസ് കണ്ടക്ടർ മരിച്ചു. എറവ് ഉദയനഗറിൽ മാളോക്കാരൻ വീട്ടിൽ 47 വയസ്സുള്ള ജെയിംസ് ആണ് വെള്ളിയാഴ്ച രാത്രി മരിച്ചത്. ജനുവരി 25-ന് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര പോയി അപകടം നടന്ന ശേഷം ജെയിംസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതൊരു കൊലപാതക ശ്രമമാണെന്ന് പോലീസ് കണ്ടെത്തിയതോടെ സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ജെയിംസിന്റെ മരണത്തോടെ ഇയാൾക്കെതിരെ കൊലപാതക കുറ്റവും ചുമത്തിയേക്കും. കൂടെ പോയവർ പറഞ്ഞ വ്യത്യസ്ത മൊഴിയാണ് കൊലപാതക ശ്രമമാണെന്ന് കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. സുഹൃത്തിന് ലോട്ടറി കിട്ടിയ സന്തോഷത്തിന് 9 പേർ അടങ്ങുന്ന സംഘം നെല്ലിയാമ്പതിയിലേക്ക് ജീപ്പിൽ പുറപ്പെട്ടു. കാരാപ്പാറ തൂക്കുപാലത്തിന് സമീപം പുഴയിലിറങ്ങി കുളിക്കുകയും മദ്യപിക്കുകയും ചെയ്തതായി പറയുന്നു. ഇതിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കായി. ജീപ്പ് ഡ്രൈവർ ഇവരുമായി 100 അടിയിലേക്ക് വരുന്നതിനിടെ ജീപ്പിൽ വെച്ച് വീണ്ടും വഴക്കുണ്ടാകുകയും ഡ്രൈവർ ജീപ്പ് നിർത്തിയതോടെ ഒരാൾ ജെയിംസിനെ തള്ളിയിട്ട് അപായപ്പെടുത്തുകയുമായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ജെയിംസിനെ തൃശൂർ മെഡിക്കൽ കോളേജിലും രക്ഷയില്ലെന്ന് കണ്ട് വീട്ടിലേക്ക് മടക്കി. സുഹൃത്തുക്കൾ പറഞ്ഞ വ്യത്യസ്ത മൊഴിയിൽ സംശയം തോന്നിയ കുടുംബം പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവത്തിന്റെ ചുരുൾ അഴിയുന്നത്.
കേസിൽ പാട്ടഗിരി പോലീസ് കാഞ്ഞാണി മേഖലയിലെത്തി അന്വേഷണം നടത്തി ഒരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പാടഗിരി പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ജെയിംസിന്റെ മൃതദേഹം ജനാവലിയുടെ സാന്നിധ്യത്തിൽ എറവ് കപ്പൽപ്പള്ളിയിൽ സംസ്കരിച്ചു. ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. മാള അഷ്ടമിച്ചർ റൂട്ടിൽ വട്ടമ്മയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മറ്റൊരാൾക്ക് പരിക്കുണ്ട്. മാള സ്വദേശി പാറക്കാടൻ വീട്ടിൽ 58 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. ഞായറാഴ്ച 1:30 വട്ടമ്മ LP സ്കൂളിന് മുന്നിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഫ്രാൻസിസിനെ മാള ഗുരുധർമ്മം മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പരിക്കേറ്റ മറ്റൊരു ബൈക്ക് യാത്രികനായ ആളൂർ സ്വദേശി ഹെൽവിനെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാടാനപ്പള്ളിയിൽ 21.5 കിലോ കഞ്ചാവും ഹാഷിഷ് ഓയിലും പിടികൂടിയ കേസിൽ ലഹരി എത്തിച്ചു നൽകിയ പ്രതി അറസ്റ്റിൽ. വാടാനപ്പള്ളി ഏഴാംകല്ലിൽ 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയ കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. ഇടുക്കി തൊടുപുഴ കുന്നം സ്വദേശി തൊട്ടാവാടിയിൽ വീട്ടിൽ അൻസലിനാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വം പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് മാങ്ങാട് നിന്നും അറസ്റ്റ് ചെയ്തത്. കേസിലെ ഒന്നാം പ്രതിയായ ലിജിന് ലഹരിമരുന്ന് എത്തിച്ചു നൽകിയതിന് അൻസലാണെന്ന് പോലീസ് കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പെരിങ്ങോട്ടുകര മഹാത്മാഗാന്ധി സ്വയം സഹായ സംഘത്തിന്റെ 21ാം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു. പ്രസിഡന്റ് NR രാമൻ അധ്യക്ഷത വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ കുടുംബങ്ങൾക്കുള്ള ധനസഹായവും യോഗത്തിൽ വിതരണം ചെയ്തു. സെക്രട്ടറി PA അബ്ദുൾ, ട്രഷറർ PK ശശിധരൻ, രക്ഷാധികാരി PD വേണു, ശാന്തി, NV രാജേന്ദ്രൻ, NB രാജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. കാളമുറി നോബൽ പാലസിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി KP റജി വാർഷിക റിപ്പോർട്ടും ട്രഷറർ PV ഇബ്രാഹിം വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P. പവിത്രൻ, ജില്ലാ കൗൺസിൽ അംഗം PK റാസിഖ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TS മുബാറക്, ജോയിന്റ് സെക്രട്ടറി VK മധു, മുൻ യൂണിറ്റ് പ്രസിഡന്റുമാരായ PK മുഹമ്മദ്, PG രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി VR ഉല്ലാസിനെ പ്രസിഡന്റായി, KP റജിയെ ജനറൽ സെക്രട്ടറിയായി, ട്രഷററായി PV ഇബ്രാഹിമിനെയും യോഗം വീണ്ടും തെരഞ്ഞെടുത്തു. നമ്മുടെ ഭാഗ്യനാഥിന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു യൂണിറ്റിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ നിന്നിട്ട് പറഞ്ഞ് അത് 100 കൊല്ലം ഇവിടെ വ്യാപാരമെന്ന് കാര്യം പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എത്ര രൂപ കൊടുക്കുന്നു ചോദിച്ചു. ഞാൻ 7 രൂപ തരാറ്. അപ്പൊ എൻ്റെ ഒരു പെൺകുട്ടി പോലത്തെ കുട്ടിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ഈ എൻ്റെ പെങ്ങളുടെ 14 രൂപ മേടിച്ചത് ജില്ലാ കമ്മിറ്റി 2 ലക്ഷം രൂപ തരാം. ഇനി കുറച്ച് ആളുകളുടെ ലിസ്റ്റ്, നല്ല ആളുകളുടെ ലിസ്റ്റ് നോക്കിയിട്ട് 50,000 25,000 ഒക്കെ തൽക്കാലം ഒന്നതായോ. രാജീവേട്ടനോട് പറഞ്ഞ രാജീവേട്ടന് 27 രൂപ തരല്ലേ. ആശായിട്ട് തരേണ്ട ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും. നമ്മൾ കാശ് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യലിലാണ് എല്ലാവർക്കും ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. 6 ലക്ഷം രൂപ കയ്യിലെങ്കിൽ 60 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ നോക്കണം. സൗദി ദമാമിലെ അൽ മുഹൈദീബ് കോൺട്രാക്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരുടെ കൂട്ടായ്മയായ അൽ മുഹൈദീബ് കോൺട്രാക്ടിംഗ് വാട്സാപ്പ് കൂട്ടായ്മ 2ാമത് കുടുംബ സംഗമം നടത്തി. ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയം നടന്ന കുടുംബ സംഗമം അൽ മുഹൈദീബ് കമ്പനിയുടെ മുൻ ജനറൽ മാനേജർ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KK രാമകൃഷ്ണൻ അധ്യക്ഷനായി. റജി P. ജോൺ, PA ഹബീബ് എന്നിവർ മുഖ്യാതിഥികളായി. കൂട്ടായ്മ സെക്രട്ടറി RR സുബ്രഹ്മണ്യൻ, രക്ഷാധികാരി MP സുരേഷ് ബാബു, കോർഡിനേറ്റർമാരായ അരവിന്ദൻ ആചാരി, പ്രസാദ് കണ്ണൂർ, വർക്കിംഗ് പ്രസിഡന്റ് PK മജീദ്, ജോയിന്റ് സെക്രട്ടറിമാരായ KM മജീദ്, PB സുലൈമാൻ, പഞ്ചായത്ത് അംഗം ലുബ്ന മജീദ്, മുൻ വാർഡ് മെമ്പർ റസീന ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് വന്നിട്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് സത്യത്തിൽ അവരൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടമാണ് തോന്നിയത്. ഏതായാലും നമ്മൾ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞു. അവരെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്നത്. ഈ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിൽ പെട്ടതല്ല. കയ്പമംഗലം പള്ളിനട സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോബി കടപ്പൂരാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോബിൻ പാലാട്ടി തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഊട്ടുവഞ്ചരിപ്പും നേർച്ച ഊട്ടും നടന്നു. വൈകിട്ട് 4 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം
തുടർന്ന് ബാൻഡ് മേളം, വർണ്ണമഴ എന്നിവയും ഉണ്ടായിരുന്നു. ഇടവക വികാരി ഫാദർ ജിജോ ചാക്യത്ത്, കൈക്കാരന്മാരായ സിബിൻ ചോയ് എലിഞ്ഞിക്കൽ, വിപിൻ പുളിക്കൻ, ജനറൽ കൺവീനർ ജോബി മാളിയാക്കൽ എന്നിവർ നേതൃത്വം നൽകി. ആനന്ദത്തോടും ആത്മീയ നിർവൃത്തിയോടും കൂടി ഈ തിരുനാൾ ദിവ്യബലി നമുക്ക് പങ്കുചേരാം. എനിക്കിന്ന് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാനിങ്ങനെ ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കും സന്ദേശത്തിനൊക്കെ വേണ്ടി ഞാനിങ്ങനെ ആഗ്രഹിച്ചപ്പോൾ പലരെയും ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ വിളിച്ചു വന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും എൻ്റെ ബാച്ചുകാരാണ്. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് പെയ്ത കനത്ത വേനൽ മഴയിലും കാറ്റിലും വ്യാപക നഷ്ടം. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്താണ് കാറ്റ് വൻ നാശം വിതച്ചത്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ പന്തലും അതിനു മുന്നിലെ സ്റ്റേജും കാറ്റിൽ തകർന്നു വീണു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഊട്ടുപുരയുടെ ഓടുകൾ കനത്ത കാറ്റിൽ തകർന്നു. ഉത്സവത്തിനെത്തിയ ഭക്തർ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പന്തൽ തകർന്നു വീണെങ്കിലും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത കാറ്റിലും മഴയിലും ചന്ദ്രാപിനിയിൽ കൃഷിനാശം. 50ഓളം കുലച്ച വാഴകൾ ഒടിഞ്ഞു വീണു. ചന്ദ്രാപിനി ചിറക്കൽ പള്ളിക്കടുത്ത് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കൃഷിസ്ഥലത്തെ നേന്ത്രവാഴ കൃഷിയാണ് നശിച്ചത്. ഇന്നലെ വൈകിട്ടുണ്ടായ കാറ്റിലും മഴയിലുമാണ് കൃഷിനാശം ഉണ്ടായത്. 200ഓളം വാഴകളിൽ 50ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. കയ്പമംഗലത്തെ കുളത്തിൽ വളർത്തിയിരുന്ന മീനുകളെ അജ്ഞാത ജീവി കടിച്ചു കൊന്ന നിലയിൽ. കയ്പമംഗലം കരടി വളവ് പടിഞ്ഞാറ് കമ്പിളിക്കൽ ബാബുവിന്റെ വീട്ടുപറമ്പിലെ കുളത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടത്. ഇന്ന് രാവിലെയാണ് സംഭവം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുളത്തിൽ വളർത്തിയിരുന്ന നട്ടർ, കോയിക്കാർ, ഗൗരാമി, തിലോപ്പിയ, പൂമിൻ തുടങ്ങിയ മീനുകളാണ് അജ്ഞാത ജീവി കൊന്നു തിന്നിട്ടുള്ളത്. മീനുകളെ കടിച്ച് വികൃതമാക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. വലുതും ചെറുതുമായ 500ഓളം മീനുകളാണ് ചത്തിട്ടുള്ളത്. ചങ്കിടിപ്പോടെ ഉറ്റുനോക്കുന്ന ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് കേരളം. തിങ്കളാഴ്ച രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലയിൽ വോട്ടെണ്ണലിനും ഫലപ്രഖ്യാപനത്തിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒബ്സർവർ, സ്ഥാനാർത്ഥികൾ, അവരുടെ ഏജന്റുമാർ എന്നിവർ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 സ്ട്രോങ് റൂം തുറക്കും. ആദ്യ വോട്ടുകൾ എണ്ണും. ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫല സൂചനകൾ പുറത്തുവരും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഫലം അപ്ഡേറ്റ് ചെയ്യും. കൗണ്ടിംഗ് ഹാളിലെ എല്ലാ നടപടികളും വീഡിയോയിൽ ചിത്രീകരിക്കും. ഹാളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പുതുക്കാട് ബസാർ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിൽ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ സ്ഥാപിച്ച കൂറ്റൻ പരസ്യ ബോർഡ് സമീപത്തെ ജ്വല്ലറി കെട്ടിടത്തിലേക്ക് മറിഞ്ഞു വീണു. ജ്വല്ലറിയുടെ നെയിം ബോർഡിനും ട്രസ്സിനും കേടുപാടുകൾ സംഭവിച്ചു. ബോർഡ് വീഴുന്ന ശബ്ദം കേട്ട് റോഡിലുണ്ടായിരുന്ന ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. തെങ്ങുകളും മരങ്ങളും വീണു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണത് മൂലം മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ചെങ്ങാലൂർ മേഖലയിൽ വൻതോതിൽ കാർഷിക വിളകൾ നശിച്ചു. ചേലക്കരയിൽ ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. ഡിവൈൻ പ്രസ് ഉടമ കൊള്ളന്നൂർ വീട്ടിൽ ജെറോണിന്റെ പുരയിടത്തിലെ തെങ്ങാണ് ഇടിമിന്നലിൽ കത്തിയത്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തും മുമ്പ് വീട്ടുകാർ തീയണയിച്ചു. മാളാമേലൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. മേലടൂർ സ്വദേശിയും 66 വയസ്സുള്ള മംഗലപറമ്പിൽ രവീന്ദ്രനാണ് മരിച്ചത്. പന്നിത്തടത്തിൽ വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ചാണ് അപകടം. തൃത്താലയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ സ്റ്റിയറിംഗ് ജാമായതോടെ വാഹനം നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. തൃത്താല കുമ്പിടി സ്വദേശികളായ അനസ്, ഖദീജ, ഷിബിൽ, ആസിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി ലൈനിലെ അറ്റകുറ്റപ്പണികൾക്കിടയിൽ ലൈൻമാന് ഷോക്കേറ്റു. കൊടുങ്ങല്ലൂർ നമ്പർ 1 സെക്ഷനിലെ ലൈൻമാൻ മേത്തല ആനാപ്പുഴ സ്വദേശി സുനിൽ കുമാറിനാണ് ഷോക്കേറ്റത്. ചന്തപ്പുര മലബാർ ഗോൾഡിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടയിലായിരുന്നു അപകടം. കൈക്ക് പൊള്ളലേറ്റ ഇയാളെ സഹപ്രവർത്തകർ നാട്ടുകാർ ചേർന്ന് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് എന്ന ആശയവുമായി വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. വിനോദയാത്രയ്ക്കിടെയുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബസ് കണ്ടക്ടർ മരിച്ചു. വാടാനപ്പള്ളിയിൽ 21.5 കിലോ കഞ്ചാവും ഹാഷിഷ് ഓയിലും പിടികൂടിയ കേസിൽ ലഹരി എത്തിച്ചു നൽകിയ പ്രതി അറസ്റ്റ്.
കനത്ത കാറ്റിലും മഴയിലും ചന്ദ്രാപിനയിൽ കൃഷിനാശം. 50ഓളം തുലച്ച വാഴകൾ ഒടിഞ്ഞു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.